ഹലോ ഗൈസ്, നമുക്ക് തുടങ്ങിയാലോ? നമുക്കൊരു റൗണ്ട് ബൗൾ ഇതുപോലെ ആവശ്യമാണ്. അതല്ലെങ്കിൽ സെലോ ടാപ്പിൻ്റെ അകത്ത് വരുന്ന ഒരു പേപ്പർ റൗണ്ട് ഉണ്ടല്ലോ, അതായാലും മതി. ഇത് ഞാൻ മുമ്പ് എന്തിനാ മാറ്റി വെച്ചതാണ്, പിന്നെ ഇപ്പോഴാണ് ഉപയോഗത്തിൽ വരുന്നത്. ഇത് നമുക്കൊരു വൈറ്റ് ഷീറ്റ് എടുത്തിട്ട് അതിൽ നമുക്ക് ഗമ്മ് തേച്ച് ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. എവിടെ ദേ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. വേറെ ഒന്നുമില്ല, ഗമ്മ് തീരാറായി. അതാണ് ഈ ഗമ്മ് ഇങ്ങനെ തുറന്നു വെച്ചിരിക്കണേ. പുതിയതൊക്കെ മേടിക്കണം. അങ്ങനെ നമ്മൾ ഗമ്മൊക്കെ തേച്ച് ഒട്ടിച്ച് എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് ഇതുപോലെ സെറ്റാക്കി വെക്കും. ഇത് ഞാൻ ഉദ്ദേശിച്ചത് ഒരു കേക്ക് വെക്കുമ്പോൾ അതിലൊരു ഫോൾഡർ സ്റ്റാൻഡ് വേണമല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എനിക്ക് എന്തോ യെല്ലോ കളർ അത്രങ്ങോട്ട് ബോധിച്ചില്ല, അതുകൊണ്ട് ഞാൻ പിങ്ക് കളർ എടുത്തു. ഇനി നമ്മുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് ഈ വെച്ച സാധനത്തിന് ഫുള്ളായിട്ട് വൈറ്റ് കളറിൽ മൂടി വെക്കണം. എങ്കിലല്ലേ നമുക്ക് ഈ ക്രീമൊക്കെ തേച്ച കേക്ക് ഉണ്ടല്ലോ അതുപോലെ സെറ്റാക്കി എടുക്കാം. ഇനി സെക്കൻഡ് ലെയർ വരുന്നത് വിക്സിൻ്റെ, അതായത് അമൃതാഞ്ജൻ്റെ ക്യാപ്പാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നി. അങ്ങനെ രണ്ടും കൂടി ഞാൻ അതിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒട്ടിച്ച സാധനം ഇപ്പം എങ്ങനെയുണ്ട്? നല്ല വൃത്തിയില്ലേ? ഈ മുകളിലും കൂടി വെട്ടി ഇതേപോലെ ഒട്ടിച്ച ശേഷം നമുക്ക് അതിൽ പെയിൻറ് ചെയ്യണം. ഞാനൊരു ലെമൺ യെല്ലോ കൊടുത്തതിന് ശേഷം ഇത്രയും പെയിൻറ് ഞാൻ അതിൽ യൂസ് ചെയ്തു. പിന്നെ ഞാനത് കീറിയെടുത്ത് അതിനകത്ത് ഞാൻ നൂലൊക്കെ വെച്ച് സെറ്റാക്കി. നെക്സ്റ്റ് നൂലിൻ്റെ പരിപാടിയാണ്. എനിക്കിതാണ് കുറച്ചും കൂടി ഈസി ആയിട്ടും ഭയങ്കര വൃത്തിയായിട്ടും ഒക്കെ തോന്നിയത്. നിങ്ങൾ എന്തായാലും പെയിൻറ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ല തീരുമാനം എന്ന് പറയുന്നത് നൂല് വെച്ച് ചെയ്യുന്ന സംഭവം തന്നെയായിരിക്കും കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമുള്ള നൂലാവാം, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതേപോലെ ഒരു ബോവും കൂടി ഉണ്ടാക്കിയിട്ട് അതിൽ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു മിനി കേക്ക്. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടുകൊണ്ട് പോകുന്നുണ്ട്. അവരെല്ലാം ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. ഒരു സബ്സ്ക്രൈബ് വന്നു കഴിഞ്ഞാൽ എനിക്കതൊരു സപ്പോർട്ടാവില്ലേ? അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.